കരിമണി. പിന്നീട് അവളുടെ ശ്രദ്ധ പതിഞ്ഞത് ആ വെൺശങ്കിലേക്കായിരുന്നു. കന്യാകുമാരിന്ന് വരുമ്പോൾ നന്ദുട്ടിക്ക് എന്താ കൊണ്ടുവരണ്ടേ? ശ്രീയേട്ടൻ്റെ ചോദ്യം. സൂര്യാസ്തമയം മാത്രമല്ല, ദേവീദർശനം കൂടി ഉണ്ടായിരുന്നു അന്ന് തീരുമാനിച്ചുറപ്പിച്ച യാത്രയിൽ. താൻ ഋതുമതിയായ നാളായിരുന്നെന്ന്. തന്നെ കാരണം 2 കുടുംബങ്ങളും ഒരുമിച്ച് പോകാനിരുന്ന യാത്രയിൽ നിന്നും അച്ഛനും അമ്മയ്ക്കും കൂടി ഒഴിവാകേണ്ടി വന്നു. യാത്ര പറയാനായി കാറിൽ വന്നിറങ്ങിയ ശ്രീയേട്ടൻ തന്നെപ്പറ്റി തിരക്കുന്നുണ്ടായിരുന്നു. നന്ദൂട്ടിക്ക് വെളിക്ക് മാറിയിരിക്കുക ശ്രീക്കുട്ട, മോൻ അമ്പലത്തിൽ പോവല്ലേ, അവളുടെ അടുത്തേക്ക് പോണ്ടാട്ടോ. അമ്മയാണ്. ഒന്നും മനസ്സിലാവാതെ ശ്രീയേട്ടൻ മിഴിച്ചു നോക്കിയിട്ട് തൻ്റെ അടുത്തേക്ക് ഓടി വന്നു. തൊട്ട് അശുദ്ധാക്കല്ലേ ശ്രീയെ, ഇവിടെ വാ. സുഭദ്രപ്പയുടെ മുറിവിളിയൊന്നും ശ്രീനാഥ് ചെവിക്കൊണ്ടില്ല. അകത്തളത്തിൽ വയറുവേദനയുടെ ആധിക്യം മൂലം പുളയുകയായിരുന്നു താന്. നന്ദൂട്ടിയെ. വാതിൽക്ക് നിന്ന് ശ്രീയേട്ടൻ വിളിച്ചു. പാവാടയിൽ പടർന്നിരിക്കുന്ന ചുവപ്പ് ശ്രീയേട്ടൻ കാണാതിരിക്കാനായി സ്വയം പുതപ്പ് കൊണ്ട് മൂടി. കന്യാകുമാരിന്ന് വരുമ്പോൾ എന്താ നിനക്ക് കൊണ്ടുവരണ്ടേ? എനിക്കൊന്നും വേണ്ട, കരഞ്ഞുകൊണ്ട് മെല്ലെ പറഞ്ഞു. മെല്ലെ അടുത്തേക്ക് വന്നിട്ട് വയറിലേക്ക് തൊട്ടു നോക്കി നിന്നു. വേദന ഉണ്ടായിട്ടാണോ നന്ദൂട്ടി കരയുന്നേ? കരയണ്ടാട്ടോ, വേദന മാറ്റാൻ ഒരു സൂത്രമുണ്ടല്ലോ. എന്തെന്ന ഭാവത്തോടെ താൻ തല ഉയർത്തി. കന്യാകുമാരിന്ന് വരുമ്പോൾ ഞാൻ കൊണ്ടുവരാവേ. പുഞ്ചിരിയോടെ അതും പറഞ്ഞ് യാത്ര പോയ ശ്രീയേട്ടൻ തിരിച്ചു വന്നത് ഇടത് കൈയിലെ മുഷ്ടിക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ച ഈ ശംഖുമായിട്ടാണ്. നീട്ടിപ്പിടിച്ച തൻ്റെ കയ്യിൽ അത് വെച്ച് തന്നു. കടലിരമ്പണ ശബ്ദം കേട്ടിട്ടുണ്ടോ നന്ദൂട്ടി? ചെവിമേലിങ്ങനെ ചേർത്ത് പിടിക്ക്, കേൾക്കാം. ശ്രീയേട്ടൻ്റെ വാക്കുകളിൽ നിന്നുണ്ടായ പ്രേരണ അത് ഉൾക്കൊണ്ടിട്ടാണോ അതൊന്നും തനിക്കറിയില്ല. നന്ദൂട്ടി എന്ന ആ 13കാരിയിൽ നിന്നും ഇനിയും വളർന്നിട്ടില്ല. അതിന് തെളിവാണല്ലോ ഇന്നും താൻ ഇതിൽ നിന്ന് കേൾക്കുന്ന കടലിലെ സംഗീതം. പിന്നെയും ഒരുപാട് ഓർമ്മകൾ. ഭഗവതിക്കാവിലെ പൂരത്തിന് ബലൂൺ വേണമെന്ന് വാശി പിടിച്ചപ്പോൾ അമ്മ തനിക്കും ശ്രീയേട്ടനുമായി മേടിച്ചു തന്നത്. തൻ്റെ ബലൂൺ പിറ്റേന്ന് തന്നെ ജീവൻ പോയി വാടി വീണപ്പോൾ തൻ്റെ മുഖത്തിൻ്റെ നഷ്ടപ്പെട്ട പ്രസാദം വരുത്താൻ സ്വന്തം ബലൂൺ തനിക്കായി വെച്ചു നീട്ടി. ശ്വാസം പോയെങ്കിലും ശ്രീയേട്ടൻ്റെ ശ്വാസം തട്ടിയ ഈ വർണ്ണ കുമിളകളെയും തനിക്കേറെ പ്രിയപ്പെട്ടതാണ്. പ്ലാവിലത്തൊപ്പിയും പൊട്ടിയ വളക്കഷ്ണങ്ങളും വർണ്ണക്കടലാസ് കൊണ്ട് തീർത്ത ശലഭങ്ങളും തീരാറായ മെഴുകുതിരിയും തേൻമിഠായിയുടെ ഇപ്പോഴും രുചിയൂർന്ന പൊതിയും ഓരോരോ ഓർമ്മകളാണ്. ഏറ്റവും നല്ല ഓർമ്മയിലേക്കാണ് ഇനി യാത്ര. കൈ എത്തിച്ച് ഏറ്റവും അടിയിലായി വെച്ചിരുന്ന ആ ഓർമ്മപ്പെടുത്തലിലേക്ക് കൈ കടത്തിയതും നന്ദിത അന്താളിച്ചു പോയി. ഈശ്വര, ഇതെന്താ ഇങ്ങനെ? മരവിച്ച കൈകൊണ്ട് അവളത് മെല്ലെ എടുത്ത് മാറോട് ചേർത്തു. ആരാണ് ഈ പെട്ടി തുറന്നതെന്നായിരുന്നു അവളപ്പോൾ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നത്. എന്താ മോനെ ഇത്ര വൈകിയേ? കാറിൽ നിന്നിറങ്ങിയ ശ്രീനാഥിനെ കണ്ട് ഉമ്മർത്ത് തന്നെ അയാളെ പ്രതീക്ഷിച്ച് നിൽപ്പുണ്ട് രാഘവൻ നായർ. കാറുന്ന ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്നും മുൻവശത്തേക്ക് സുഭദ്രാമ്മ ഓടിയെത്തി. പിന്നാലെ നന്ദിതയും. ട്രാഫിക് ആയിരുന്നച്ചാ, ഒന്ന് എത്തിക്കിട്ടണ്ടേ? എവിടെ? സുഭദ്രാമ്മ ശ്രീനാഥിനോടായി ചോദിച്ചു. പുതുപ്പെണ്ണിനെ തിരക്കുകയാണ് നന്ദിത. കാറിന് ചുറ്റും ദൃഷ്ടി കൊണ്ട് ആരതി ഒഴിയുന്നുണ്ടായിരുന്നു. പ്രഭേ, ശ്രീനാഥ് നീട്ടി വിളിച്ചു. കാറിൻ്റെ ഡോർ തുറന്ന് ഒരു അജ്ഞാത സുന്ദരി വെള്ളമണൽ ചൊരിഞ്ഞിട്ടിരിക്കുന്ന നടുമുറ്റത്തേക്ക് കാലെടുത്തു വെച്ചു. ഒറ്റ നോട്ടം കൊണ്ട് നന്ദിതയ്ക്ക് ബോധക്ഷയം വരും പോലെ തോന്നി. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവൾ. പേര് പോലെ തന്നെ സൂര്യപ്രഭയുള്ളവൾ. ആധുനികതയുടെ വക്താവാണെന്ന് തോന്നും അവളുടെ വസ്ത്രരീതി കണ്ടാൽ. സ്ലീവ്ലെസ് ടോപ്പും മുട്ടിനുമേൽ കയറ്റി വച്ചിരിക്കുന്ന ജീൻസും ഒക്കെ കൂടി ഒരു വിദേശ ഇറക്കുമതി. നന്ദിത മനസ്സിൽ വന്നിറങ്ങിയ പകരക്കാരിയുടെ കുറവുകളും കുറ്റങ്ങളും ഒരു പ്രബന്ധം വെച്ച് തയ്യാറാക്കുകയാണ്. ഇതൊരിക്കലും സുഭദ്രപ്പ സമ്മതിക്കില്ല. നന്ദിതയുടെ മനസ്സിൻ്റെ കോണിൽ ആശയുടെ കിരണം മിന്നി മറഞ്ഞു. താനിതെന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത്? വസ്ത്രത്തിലല്ലല്ലോ, കഴിവിലല്ലേ കാര്യം. നല്ല കുട്ടിയായിരിക്കും, അല്ലാതെ ശ്രീയേട്ടൻ ഇവളെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ കഴിയില്ല. തനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടുന്നതിൽ അസൂയ പാടില്ല നന്ദിതേ. അവൾ സ്വയം പെറുപെറുത്തു. അവൾക്ക് തന്നെ അറിയാമായിരുന്നു തൻ്റെ നഷ്ടബോധമാണ് പ്രഭയിൽ കുറ്റങ്ങളായി താൻ കാണുന്നതെന്ന്.
പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ. വന്ന പാടെ ശ്രീനാഥിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാൽത്തൊട്ട് വണങ്ങി അവൾ. ഹാൻഡ് ബാഗിൽ നിന്ന് തങ്കത്തിൽ തീർത്ത വിലമതിക്കാനാവാത്ത വളകളെടുത്ത് അവൾ അപ്പയുടെ കൈകളിൽ ഇട്ടുകൊടുത്തു. അതോടെ കല്യാണത്തിന് സമ്മതമാണെന്നറിയിച്ചുള്ള ഒരു തിളക്കത്തിൻ്റെ 1000 പൂത്തിരികൾ അപ്പയുടെ കണ്ണുകളിൽ ഒന്നിച്ചു മിന്നുന്നുണ്ടായിരുന്നു. അകത്തേക്ക് വാമോളെ. സുഭദ്രപ്പ തന്നെ പ്രഭയുടെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ദേ പെണ്ണെ, മോളുടെ സാധനങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് വെക്ക്. നിറക്കണ്ണുകൾ മറച്ചു പിടിച്ച് നന്ദിത തലയാട്ടി പെട്ടികളുമായി അകത്തേക്ക് വരുമ്പോഴേക്കും കണ്ടു കയ്യിൽ കിട്ടിയതും കിട്ടാൻ പോകുന്നതുമായ പൊന്നിലും പണത്തിലും മഞ്ഞളിച്ച് നിൽക്കുന്ന സുഭദ്രപ്പെ. പ്രഭയെ ഊണുമേശയിലിരുത്തി വിളമ്പി കൊടുക്കുകയാണ്. ഇത്രയും നേരം ഈ വിവാഹത്തിനെ എതിർത്ത അപ്പ തന്നെയാണോ ഇതെന്ന് നന്ദിത ഒരു നിമിഷം സംശയിച്ചു. കണ്ണു മങ്ങിപ്പോകുന്ന ആ ലോഹങ്ങളോട് തനിക്കെന്നും വെറുപ്പായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ വെറുപ്പാണോ? അല്ല, ഒരിക്കലും പ്രാപ്തമാകില്ലെന്നറിയാവുന്നത് കൊണ്ട് തന്നെ താൻ സൃഷ്ടിച്ചെടുത്തതാണ് ആ വെറുപ്പ്. സ്വർണത്തിന് കുടുംബബന്ധങ്ങളിൽ ഇത്രയും സ്ഥാനമുണ്ടായിരുന്നു. നന്ദിത നൊമ്പരത്തോടെ മന്ദഹസിച്ചു. എങ്ങനെയുണ്ട്, ഇഷ്ടമായി നിനക്ക്? കാതോരം ചേർന്ന് നിന്ന് ശ്രീനാഥ് അടക്കിപ്പിടിച്ച ശബ്ദത്തോടെ നന്ദിതയോട് ചോദിച്ചു. ഞങ്ങൾ നല്ല ചേർച്ചയില്ലേ? ചിരി കലർത്തി അടുത്ത ചോദ്യം. ആ, അവൾക്കിവിടെ ഒരു കുറവും തോന്നരുത്. നീ വേണം അവളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ. നീ എന്താ മൗനവ്രതത്തിലാണോ? എന്ത് ചോദിച്ചാലും ഒരു മൂളൽ മാത്രം. ശ്രീയേട്ടനിപ്പോൾ എന്താ വേണ്ടേ? അവളുടെ കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ചെയ്തോളാം. വെട്ടിത്തിരിഞ്ഞ് നന്ദിതയുടെ പോക്ക് കണ്ട് ശ്രീനാഥ് ഊറി ചിരിച്ചു. ഇനി അധികം വെച്ച് താമസിപ്പിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. തീന്മേശയിൽ കല്യാണ ചർച്ചയിലാണ് എല്ലാവരും. മോളുടെ അച്ഛനും അമ്മയും എന്താ വരാത്തേ? പ്രഭയുടെ മുടിയിൽ തഴുകിക്കൊണ്ടാണ് സുഭദ്രയുടെ ചോദ്യം. പപ്പയ്ക്ക് അവിടെ ബിസിനസ് അല്ലേ, അതുകൊണ്ട് ബിസിയാണ്. ബട്ട് കല്യാണത്തിന് മുമ്പിങ്ങെത്തും. പിന്നെ ഇവിടെ എല്ലാവരുടെയും സമ്മതം വാങ്ങിക്കാനാണ് ഞാനിങ്ങ് നേരത്തെ പോന്നേ. അതിനിപ്പോൾ എന്താ മോളെ? ഞാൻ പറയണത് എന്താ വെച്ചാൽ മോൾ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. ഇവനിവളുടെ മോളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ 100 വട്ടം സമ്മതമായി. ഒറ്റ സന്തതിയാ. അവൻ്റെ ഇഷ്ടാ മോളെ ഞങ്ങളുടെ. പറയുന്നതിനിടയിലും സുഭദ്രാമ്മ ഇടയ്ക്കിടയ്ക്ക് കൈകളിൽ ഇറുക്കെ പിടിച്ചിരിക്കുന്ന തടവളകളിൽ നോട്ടം കൊടുക്കുന്നുണ്ട്. രാഘവൻ നായരും ശ്രീനാഥും സുഭദ്രയുടെ ബാബാവിനെയും കണ്ട് അന്തിച്ചു നിൽക്കുകയാണ്. മോളെ ഇത്തിരി കൂടി വിളമ്പട്ടെ? യാത്ര ഇതാകെ ക്ഷീണിച്ചതല്ലേ? ഏയ് നോ, എനിക്കിത്രയും മതിയമ്മേ. പോരാത്തതിന് നല്ല ഫുഡായിരുന്നു. അമ്മയുടെ പ്രിപ്പറേഷനാണോ? ആ അതേ മോളെ. കല്യാണം കഴിയട്ടെ, മോൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം അമ്മ ഉണ്ടാക്കിത്തരാം. അടുക്കളയിലെ വൈകുന്നേരത്തേക്കുള്ള ഇലയടയ്ക്ക് വട്ടം കൂട്ടുകയാണ് നന്ദിത അപ്പോൾ. എന്നാൽ പിന്നെ മോള് മുറിയിൽ ചെന്ന് വിശ്രമിക്കുക. വിശ്രമിക്കാനൊന്നും നേരമില്ലമ്മേ. എൻ്റെ കസിൻ്റെ വീട് ഇവിടെ അടുത്താണ്, അവിടെയാണ് എൻ്റെ സ്റ്റേ. പെട്ടിയൊന്നും അകത്തേക്ക് വെപ്പിക്കണ്ടായിരുന്നു. താനെന്തിനാണോ അവിടേക്ക് പോകുന്നേ? എന്തായാലും ഈ വീട്ടിലേക്ക് വരേണ്ട ആളല്ലേ, തനിക്ക് ഇവിടെ തന്നെ താമസിക്കാമല്ലോ. ശ്രീനാഥ് പ്രഭയെ തടഞ്ഞു. അത് വേണ്ട ശ്രീ, വിവാഹത്തിന് മുമ്പ് ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. അതെന്താ ശരിയാകാത്തേ? മോൾ ഇവിടെ തന്നെ നിൽക്ക്, ഇവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ ഒന്ന് പഠിക്കാമല്ലോ. സുഭദ്രാമ്മയും ശ്രീനാഥിൻ്റെ പക്ഷം ചേർന്നു. അത് പക്ഷേ മോളൊന്നും പറയണ്ട, മുകളിലത്തെ മുറി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പെട്ടിയൊക്കെ പെണ്ണെടുത്തോണ്ട് വരും. കൂടെ ചെല്ലുമോനെ. സുഭദ്രാമ്മ രണ്ടാളെയും ഉന്തിത്തള്ളി പറഞ്ഞു വിടുന്നുണ്ട്. അടുക്കളയുടെ വാതിൽക്കൽ ഒളിഞ്ഞു നിന്ന് അവിടെ നടക്കുന്ന നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ് നന്ദിത. അവളുടെ മിഴികളിൽ ദുഃഖത്തിൻ്റെ 1000 കനൽ എരിഞ്ഞടങ്ങുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ലഘുഭക്ഷണവും തയ്യാറാക്കി വെച്ച് നന്ദിത കുളക്കടവിലേക്ക് ഇറങ്ങി. തോർത്തും താളിയും പഴവിനോട് ചേർന്നുള്ള നിരപ്പുകല്ലിൽ വെച്ചിട്ട് തിരിയുകയാണ്. കുളത്തിൽ നിന്നൊരു രൂപം പൊങ്ങി വന്നത് ശ്രീയേട്ടനാണ്. ഞാൻ കുളിക്കാൻ തുടങ്ങുമായിരുന്നു. ശ്രീയേട്ടൻ എന്താ ഇവിടെ? ഞാനിവിടെ കരാട്ടെ പ്രാക്ടീസ് ചെയ്യാൻ വന്നതാ. വെള്ളത്തിലോ? അതെങ്ങനെ? ഓ, നീ അറിയാൻ വഴിയില്ല. ഇതിനെ വാട്ടർ കരാട്ടെ എന്ന് പറയും. ശ്രീയേട്ടൻ എന്തെല്ലാം കാര്യങ്ങളാണ് അറിവുള്ളത്? നന്ദിത അത്ഭുതം കൂറുന്ന മിഴികളോടെ അവനെ തന്നെ നോക്കി നിന്നു. അത് നോക്കി നിൽക്കെ ശ്രീനാഥിന് ചിരി പൊട്ടി. ഇതെങ്ങനെ ശ്രീയേട്ടാ ചെയ്യണേ? നിനക്ക് പഠിക്കണോ?
അതുവരെ അവനോട് ഒരുപാട് വിദ്വേഷം തോന്നിയെങ്കിലും അതെല്ലാം ഒരു വശത്തേക്ക് മാറ്റിവെച്ച് അവൾ ആഗ്രഹത്തോടെ തലയാട്ടി. അവൾ കുളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. വാട്ടർ കരാട്ടെ പഠിക്കണമെങ്കിൽ ഈ കിടന്നഴിയുന്ന ധാവണിയും പാവാടിയൊന്നും പറ്റില്ല. അതിന് മോഡേൺ ഡ്രസ്സൊക്കെ ഇടണം. യൂണിഫോം തന്നെയുണ്ട്. എങ്കിൽ ശ്രീയേട്ടൻ എന്നെ പഠിപ്പിക്കണ്ട. വന്നിട്ടിൽ ഒരാൾ അവളെ പഠിപ്പിക്കുക. പരിഭവത്തോടെ തിരിച്ചു പോകാനിരുന്ന നന്ദിയുടെ കൈപിടിച്ച് ശ്രീനാഥ് അവളെ വെള്ളത്തിലേക്കിട്ടു. ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുന്ന നന്ദിതയെ വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തവൻ തൻ്റെ നേർക്ക് പിടിച്ചു നിർത്തി. ഇതാണോ ശ്രീയേട്ടൻ്റെ കരാട്ടെ? മനുഷ്യനെ ശ്വാസം മുട്ടിച്ച് കൊല്ലൂലോ. ആയിച്ചുകൊണ്ട് നന്ദിത ചോദിച്ചു. ഞാൻ പറയുന്ന എല്ലാത്തിനെയും നീ എന്തിനാ വിശ്വസിക്കുന്നത്? ശ്രീനാഥ് കരുണയോടെ അവളെ നോക്കി. കള്ളം പറഞ്ഞാണല്ലേ കരാട്ടെ? അത് ഇതെന്നൊക്കെ ഞാൻ മണ്ടി. നനഞ്ഞൊട്ടിയ അവളുടെ ശരീരത്തു നിന്നും ധാവണിത്തുമ്പുകൊണ്ട് ഈർപ്പം തുടച്ചു കളയാൻ അവൾ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. സങ്കടവും ദേഷ്യവും അവളുടെ കണ്ണിൽ ഒരു നീരുറവ തന്നെ തീർത്തിരുന്നു. ഞാൻ പോവാം. അഴിയാൻ തുടങ്ങിയ ധാവണി വലിച്ചു ചുറ്റിക്കൊണ്ടവൾ പടവിലേക്ക് കയറി. പെട്ടെന്നായിരുന്നു ശ്രീനാഥ് നിരത്തുകല്ലിൽ അവൾ കയറ്റിവെച്ചിരുന്ന താളി തട്ടി ഒലിച്ചിരിക്കുന്നത് കണ്ടത്. കരിമണി സൂക്ഷിച്ച് പറഞ്ഞു തീർന്നതും നന്ദിതയുടെ കാൽ വഴുതിയതും ഒരുമിച്ച് പടവ് തെറ്റിയവൾ കുളത്തിലേക്ക് തന്നെ പിന്നോക്കം മറിഞ്ഞു. തുടരും.